CPP തങ്കച്ചൻ ഞങ്ങൾക്കെല്ലാം ഗുരുതുല്യനായ പിതൃതുല്യനായ ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അങ്ങും ബഹുമാന്യനായ മുഖ്യമന്ത്രിയും അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിച്ചു. സംഘടനാ രംഗത്ത് അദ്ദേഹം ശ്രദ്ധേയമായ സ്ഥാനങ്ങൾ, ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുതൽ ബ്ലോക്ക് പ്രസിഡന്റും എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും KPCCയുടെ അധ്യക്ഷനുമായി അദ്ദേഹം മാറി. ദീർഘകാലം UDFന്റെ കൺവീനറായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായി അദ്ദേഹം മാറി. അതിനുശേഷം 4 പ്രാവശ്യം പെരുമ്പാവൂരിനെ പ്രതിനിധാനം ചെയ്തു. മന്ത്രിയായി, സ്പീക്കറായി എല്ലാം മാറി. ഏത് സ്ഥാനത്തിരുന്നാലും അദ്ദേഹം സ്വന്തം ഒരു സിഗ്നേച്ചർ അവിടെ അവശേഷിപ്പിച്ചിട്ടാണ് കടന്നുപോയിട്ടുള്ളത്. പെരുമാറ്റം കൊണ്ട്, സൗമ്യമായ പെരുമാറ്റം കൊണ്ട്, മിതമായ ഭാഷണം കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരാളാണ്. കാപട്യം ഒട്ടുമില്ലാത്ത ഒരാളാണ്. കാപട്യം നിറഞ്ഞൊരു വാക്കുപോലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഒരിക്കലും വരില്ല. ഏത് സങ്കീർണമായ വിഷയങ്ങളും അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുപോയാൽ വളരെ ഒരു രസകരമായ ഒരു പുഞ്ചിരിയോടുകൂടി ആ വിഷയങ്ങളെ വിസ്മയകരമായ വേഗതയിൽ അതിന് പരിഹാരം ഉണ്ടാക്കി തരുന്ന ഒരാൾ കൂടിയായിരുന്നു എന്ന് ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു ജനപ്രതിനിധിയും രാഷ്ട്രീയ നേതാവുമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തും കേരളത്തിന് സംഭാവന ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ ഒരുപാട് ത്യാഗപൂർണമായ സേവനം നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു തങ്കച്ചൻ സാർ. ഞങ്ങൾക്കെല്ലാം വ്യക്തിപരമായി ഒരുപാട് വാത്സല്യവും സ്നേഹവും പകർന്നു തന്നിട്ടുള്ള ആളാണ്. എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾക്കുള്ള പിറകിൽ ആത്മവിശ്വാസം തന്ന്, ഞങ്ങൾക്ക് ധൈര്യം തന്ന് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് എപ്പോഴും സഹായിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതുല്യനായ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. ശ്രദ്ധേയനായ സ്പീക്കറായിരുന്നു. ഒരു വിവാദത്തിലും പെടാത്ത മന്ത്രിയായിരുന്നു. കൃഷി വകുപ്പ് ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ ആ കൃഷി വകുപ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. ഇരുന്ന സ്ഥാനങ്ങളോടെല്ലാം പൂർണ്ണമായി നീതി പുലർത്തി താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഒരു കറുത്ത പുള്ളി പോലും വീഴാതെ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മടങ്ങിപ്പോവുകയാണ് തങ്കച്ചൻ സാർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ നിറഞ്ഞ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും.